സൈബർ സെല്ലിൽ പോകണം, ഒരു വക്കീലിനെ കാണണം, പോലീസ് സ്റ്റേഷനിൽ പോകണം. അതായത് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നെഗറ്റീവാണ് എന്ന് കരുതിയ പോലെ അവരെഴുതി മനുഷ്യനെ വ്യക്തിഹത്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരില് വളരെ മോശമായി സംസാരിക്കുക, വളരെ വളരെ മോശമായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ സഹിച്ചു. വോട്ട് കമന്റ് കിടക്കട്ടെ, വിട്ട് 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 സഹികെട്ട് നിൽക്കുന്ന ഒരു സമയം വന്നു. മറ്റൊന്നും കൊണ്ടല്ല, 1-2 പേര് സ്ഥിരമായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാലോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അവരെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാനും, എന്നിട്ട് എനിക്ക് മാത്രമായിരിക്കത്തില്ല, പല വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനെതിരെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഗ്രൂപ്പിലെ ആൾക്കാര് ചുമ്മാ കൂട്ടം കൂടിയിരുന്ന് നെഗറ്റീവ് കമന്റ് ഇട്ട് രസിക്കുന്നു. എടി, നീ ഇന്ന ആൾക്ക് നെഗറ്റീവ് കമന്റ് ഇട്, എന്നിട്ട് അതൊന്ന് എനിക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ ഇന്ന ആൾക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് തോന്നി ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെ ഇത്ര സമയം കിട്ടുമോ? അല്ലെ ഡ്യൂട്ടി ആയിരിക്കും. തിങ്കളാഴ്ച ഞാൻ ദീപ്തിക്ക് കമന്റ് ഇടാം, ബുധനാഴ്ച നീ ഇന്ന ആൾക്കിട്, എന്നിട്ട് നമുക്ക് എല്ലാവരെയും കൂടെ കരയിപ്പിക്കാം. ഇങ്ങനെ ആയിരിക്കാം. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കാര്യമല്ല പറഞ്ഞേ, അവരുടെ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ഇടുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ദീപ്തി ടീച്ചർ പുതിയതായിട്ട് ഇട്ട ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് തനിക്കെതിരെ വരുന്ന ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള വരുന്ന കമൻസിനെതിരെ താൻ അതിനെതിരെ കേസിന് പോവാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നതും സൈബർ രീതിയിലുള്ള നല്ല രീതിയിൽ. കാരണം ആദ്യം ഇതൊന്നും വേണ്ട, ഇതൊക്കെ നോർമലായിട്ട് അങ്ങ് പോകുമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് പേര് പർപ്പസ്ഫുള്ളി ഭയങ്കരമായിട്ട് ഒന്ന് മോശമായിട്ടുള്ള രീതിയിൽ കുടുംബത്തെയും എല്ലാവരെയും ഭയങ്കരമായിട്ട് തരം താഴ്ത്തുന്ന രീതിയിൽ കമൻറ്റ്സ് ഇടുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വട്ടമൊക്കെ ആണെങ്കിൽ ക്ഷമിക്കാമെന്ന് വെച്ചാൽ ഇതും കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സും കാര്യങ്ങളും ഇടുക എന്ന് പറയുമ്പോഴത്തേനും അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഒരു വക്കീലിനെയൊക്കെ കാണണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേയധികം പേരുണ്ട്, എല്ലാവരെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇടുന്നത് ഗ്രൂപ്പായിട്ടുള്ളവരും ഉണ്ട് എന്നാണ് ദീപ്തി പറയുന്നത്. നമുക്കത് എന്താണെന്ന് അറിയാൻ വല്ല ഉണ്ടായിരിക്കാം, കാരണം ഇത്തിരി അവർക്കൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ചിലപ്പോൾ പൈസ വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കാം ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലാതെ വേറെ കുറേ പേരുണ്ട് നെഗറ്റീവ് മാത്രം. വൈകിട്ടൊക്കെ എന്തെങ്കിലും ഫ്രസ്ട്രേഷനിലൊക്കെ വീട്ടിൽ വന്നിരുന്നിട്ടോ സന്തോഷത്തോടെ ഇരിക്കുന്ന, കുറച്ച് നെഗറ്റീവ് ഇട്ട് കളയാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ടീംസൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കും ഇത് പഠിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ട സ്ഥലമല്ല ഈ ബാക്കിയുള്ളവരുടെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സ്. നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിക്കുക, അല്ലാതെ മോശം അല്ലെങ്കിൽ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും മാന്യമായിട്ട് സംസാരിക്കുന്നത് കുഴപ്പമില്ലാതെ അറിയാവുന്ന കാര്യം. മാന്യമായിട്ട് സംസാരിക്കുക, ഇത് അങ്ങോട്ട് ശരിയല്ല, ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ അങ്ങ് വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെയും അമ്മയും എല്ലാവരെയും വിളിക്കുന്ന രീതിയിൽ കമൻസും കാര്യങ്ങളും ഇടുന്ന കുറേയധികം പേരുണ്ട് ഈ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ. അതും ഐഡിയ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ, കേസിനൊന്നും പോകത്തില്ല അങ്ങനെയുള്ള രീതിയിൽ ആൾക്കാർ കമൻസ് ഇടും. പക്ഷേ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇപ്പോൾ പണി കിട്ടാൻ പോകുന്നത്. അങ്ങനെ ആരെങ്കിലും ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോയുടെ താഴെ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തായാലും കേസ് കൊടുക്കുന്നതായിരിക്കും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത് കണക്ക് കുറേയധികം വേറെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ താഴെ കമൻസിലൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോസിന് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവസാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വലിയ പ്രായമായിട്ടുള്ള പയ്യന്മാരാണ്. അവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ അയ്യോ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കൈയും കാലും ഒക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ഊരിപ്പോയ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവസാനം ഈ കമൻസ് ഇടുന്നവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആവശ്യമില്ലാത്ത പണി വാങ്ങിച്ച് വെക്കരുത്. നിങ്ങളെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. സോ എന്തായാലും ദീപ്തി ടീച്ചർ ഈ ഒരു വീഡിയോ ഇട്ടത് നന്നായി എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇത് കണക്ക് ഈ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത് കുറേ പേരെങ്കിലും കുറച്ച് പേടിക്കും എന്നുള്ളൊരു കാര്യമാണ്.